ഹലോ അസ്സലാമു ചെത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്, നമുക്ക് സ്കൂളൊന്നുമില്ലാത്ത നമ്മുടെ ഒരു വീക്കെൻഡ്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ കൂടി നിങ്ങൾക്ക് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ട് 3 വർഷത്തോളം ആവാറായി. പക്ഷേ ഇതുവരെയായിട്ടും നമ്മളിവിടെ ബോട്ടിങ്ങിന് വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ബോട്ടിങ്ങിന് വന്ന കുറച്ച് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിങ്ങിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ. മിനിക്കോയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കടലിലേക്ക് പോകാതെ കായൽ പോലത്തെ ഒരു പ്രദേശമുണ്ട്. ഇവിടെ നേരത്തെ കടലിലെ വെള്ളം ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഭാഗം ബ്ലോക്ക് ആക്കിയിട്ട് ഇവിടെ ഇപ്പോൾ കടൽ വെള്ളമൊന്നും ഇങ്ങോട്ട് വന്ന് ചേരാറില്ല, അങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇരിക്കാനുള്ള ഒരു സ്ഥലം കാണും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിനൊക്കെ വേണ്ടിയായിരിക്കും അവരവിടെ റെഡിയാക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും സൈബയും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ബോട്ടിങ്ങിന് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ മാത്രമാണ് നമ്മുടെ കോട്ടേഴ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മടിയാവുന്ന അവസരങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങും. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കയറി ഇവിടെ കൂടി ഇങ്ങനെ കറങ്ങണമെന്നുള്ളത്. അങ്ങനെ വന്നതാണ്. പക്ഷേ ബോട്ടിലേക്ക് കയറാനുള്ളത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തത്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എങ്ങനെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ട്. സൈബായും ഞാനിനി കയറാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ധാരാളം ചളി ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ എങ്ങാനും വീണാലോ എന്നുള്ള ഒരു പേടിയും എനിക്കുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കയറി. ഞാൻ കയറിയത് ഞാൻ കാണിക്കുന്നില്ല, അമ്മാതിരി കയറലായിരുന്നു അതിൽ കയറിയത്. കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പിന്നെ ഇത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പല പഴയ സിനിമകളിലൊക്കെ ഇങ്ങനത്തെ ഒരു ബോട്ടിങ് യാത്ര കണ്ടിട്ടുണ്ട്, പാട്ട് സീനിലൊക്കെ. അന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് ഇതിലൊന്ന് കയറണം എന്നുള്ളത്. പിന്നെ ദ്വീപിൽ ജനിച്ച് വളർന്നത് കൊണ്ട് തന്നെ യന്ത്രവൽകൃത ബോട്ടുകളിലും പിന്നെ അതുപോലെ നമ്മളെ ഈ തുഴയൊക്കെ ഇട്ട് തുഴഞ്ഞു പോകുന്ന ചെറു തോണികളുണ്ടാവും, അതിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ തുഴയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ കാലുകൊണ്ട് നമ്മൾ ചവിട്ടി കൊടുക്കണം. ഇതിൽ കയറിയിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. കാലുകൊണ്ട് നമ്മൾ ചവിട്ടണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചവിട്ടി കുഴഞ്ഞു പോയേ. കാരണം ഞങ്ങൾ പോയപ്പോൾ അധികം വെള്ളമില്ലാത്തൊരു സമയമായിരുന്നു. സാധാരണ ഇതിനേക്കാളും കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇത് ചിലപ്പോൾ തടഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഏൽപ്പിച്ച ആൾ, അതായത് ഇത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ആളുണ്ട് ഇവിടെ, ഇതിൻ്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അരികു വശത്തേക്കൊന്നും പോകരുതെന്ന്. അവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ ഇത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ ചെടികളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു സ്ഥലം മുഴുവൻ ഇങ്ങനെ 2 റൗണ്ട് കറങ്ങണം. 2 റൗണ്ട് കറങ്ങുമ്പോഴാണ് അവർ നമ്മളെ അടുത്തുനിന്ന് ഒരു എമൗണ്ട് മേടിക്കുന്നത്. ഞങ്ങൾ പക്ഷേ 2 റൗണ്ടൊന്നും കറങ്ങിയിട്ടില്ല. ഒരു റൗണ്ട് ആയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും തളർന്നു പോയി. കാരണം കുറച്ചൊക്കെ ചവിട്ടാനുണ്ട് അവിടെ. പക്ഷേ നല്ല രസമാണ്, സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ സൈബ ഇടയ്ക്കിടയ്ക്ക് അവളെ കരയുന്നുണ്ട്. കാരണം അവൾക്ക് എന്തോ പേടി തോന്നുന്നുണ്ട്. അവളെ വിചാരം അവൾ വീഴുമെന്നാണ്. സത്യം പറഞ്ഞാൽ വീഴൊന്നുമില്ല. ഇതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയ ഓളങ്ങളൊന്നും ഉള്ള സ്ഥലത്ത് കൂടിയല്ലല്ലോ നമ്മളിത് ചവിട്ടുന്നത്. അങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്കവിടെ മിനിക്കോയ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്ഥലം കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ നിർത്തിയിട്ട് വേറെ ഒരാൾ ബോട്ടിൽ കൂടി വന്നാൽ നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ല നമുക്ക് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ തൃപ്തിപ്പെടാം. ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിങ് നടത്തുന്ന ആൾ തന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ അവിടെയൊക്കെ നമ്മൾ ചവിട്ടി ഇങ്ങനെ നമ്മളെ ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ചു പോയാലെന്നൊക്കെ തോന്നി. കാരണം കുറച്ച് മഴക്കാർ വരുന്നുണ്ടായിരുന്നേ. അധികം മഴയൊന്നുമുള്ള സമയമായിരുന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ചാറ്റൽ മഴ ഇവിടെ പതിവാണ്. വൈകുന്നേരം നമ്മൾ എങ്ങോട്ടേലും കറങ്ങാൻ ഇറങ്ങുമ്പോൾ അപ്പോഴായിരിക്കും മഴ പെട്ടെന്ന് അങ്ങ് പെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമേ. കാരണം നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ വീക്കെൻഡിൽ നമ്മൾ അന്നാണല്ലോ ശരിക്കും ഒന്ന് പുറത്തിറങ്ങുക. അപ്പോൾ ആ ഒരു സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് എന്തോ പോലെ ആവും. ശരിക്കും പറഞ്ഞാൽ മഴ അനുഗ്രഹമാണ്. പക്ഷേ നമുക്ക് കറങ്ങാനുള്ള ആ ഒരു ഇതിന് പറഞ്ഞതേ ഉള്ളൂവേ. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ, ഒരുപാട് വർഷത്തെ, നാളത്തെ എന്നല്ല ഒരുപാട് വർഷത്തെ ഒരാഗ്രഹമായിരുന്നു ഇങ്ങനൊരു ബോട്ടിൽ കൂടി യാത്ര ചെയ്യണം എന്നുള്ളത്.
അങ്ങനെ ആ അശോകയിൽ നിന്ന് പൂവ് പണിഞ്ഞു. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ കയറിയത് ആ ഒരു സ്ഥലത്ത് നമ്മളെ ബോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒരു കമ്പ് കെട്ടിയിട്ടുണ്ട്, അവിടെ കൂടി പിടിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് കയറാൻ. കയറലും ഇറങ്ങലും എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളെ ഈ ഒരു ബോട്ടിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ് ഈ നിൽക്കുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ബോട്ടിങ്ങും കാര്യമൊക്കെ ഇവിടെ നോക്കുന്നത്. അപ്പോൾ അവരുടെ വാവയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവർക്കുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ്, അതായത് ഈ ബോട്ടിങ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു റോഡിൽ കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണുക. ഇവിടുത്തെ ടൂറിസ്റ്റ് ഹട്ടാണ്. നമ്മളന്ന് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ദ്വീപുകളിലുള്ള വേറെ ഒരുപാട് ഫ്രണ്ട്സും അവരുടെ കുട്ടികളും അവരൊക്കെ അന്ന് പിക്നിക്ക് വന്നവരവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കുറച്ച് പേര് അതിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ചായ കുടിക്കാനൊക്കെ സൽക്കരിച്ചു. പക്ഷേ നമ്മൾ ചായ കുടിച്ചിട്ട് പോയത് കൊണ്ട് പിന്നെ ചായ കുടിക്കാനിരുന്നില്ല. അപ്പോഴാണ് അവരവിടെ പൊയില എന്ന് പറയുന്ന സാധനം, ഇതിനെ എന്താ കേരളത്തിൽ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം വലിച്ചുകൊണ്ടിരിക്കുകയെന്ന്. മെയിനായിട്ട് ആന്ത്രോത്ത് ദ്വീപിലെ പെണ്ണുങ്ങളാണ് ഈ ഒരു സംഭവം വലിക്കുന്നത്. എനിക്കൊക്കെ ഇത് വലിക്കാൻ പോലും അറിയില്ല. ഞാനൊക്കെ വലിക്കുമ്പോൾ എന്തായാലും പുക വരില്ല. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പടിഞ്ഞാറ് വശത്തേക്ക് വന്നു. ടൂറിസ്റ്റ് ഹട്ടിൻ്റെ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വലിയൊരു ബ്രിഡ്ജൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിയ ഒരു ബ്രിഡ്ജ് തന്നെയാണ്. വളരെ വലിയതല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു ബ്രിഡ്ജായിരുന്നു. പിന്നെ അതിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ഇവിടെ ഒരു ജിഹാദോണി വിട്ടത് കണ്ടത്. പിന്നെ അതിനെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, കുറച്ച് ദൂരെയായിരുന്നു ഈ ജിഹാദോണി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്തത് കാണാത്തത്. ഇതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഹട്ട്, തെക്ക് ഭാഗത്താണ് ഇതുള്ളത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി. കാണാം, ചിലപ്പോൾ അല്ലേ ഇതിന്ന് തിര വരുമ്പോൾ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടീനെ കണ്ടു. അവൾ പിക്നിക്ക് വന്നവരുടെ കൂട്ടത്തിലുള്ളതായിരുന്നു. അവൾ പിന്നെ ഓടി വന്നു. അങ്ങനെ ഞാനും അവളും സൈബയും ഒക്കെ ബാലൻസ് ചെയ്ത് അവിടെ നിന്നു. പിന്നെ കടലിൽ കുളിക്കാൻ വരുന്നവർക്ക് ഇവിടെ കയറാൻ നല്ല രസമാണ്. കാരണം അവരിത് ഇങ്ങനെ തിരയിൽ ഇതാക്കുമ്പോൾ തിര അങ്ങനെ പൊങ്ങുമ്പോൾ അവർക്ക് താഴേക്ക് വീഴാമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ് ഇതിൽ കയറിയിട്ട് അങ്ങനെ വീഴാൻ. കടലിലേക്ക് നേരിട്ട് വീഴുമല്ലോ. സത്യം പറഞ്ഞാൽ ദ്വീപിലെ ആണെങ്കിലും എനിക്ക് കടലിൽ കുളിക്കുന്നത് ഇഷ്ടമുള്ള ഒരു ആളല്ല. അതുകൊണ്ട് ഞാൻ അധികവും കടലിൽ കുളിക്കാറില്ല. പിന്നെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും വേറൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്നോർത്തത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കണ്ടൽക്കാട്ടിലേക്ക് പോയി. തെക്ക് ഭാഗത്തുനിന്ന് വരുന്ന വഴിക്ക് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഈ ഒരു പ്രദേശം. ലക്ഷദ്വീപിൽ വേറെ എവിടെയും കണ്ടൽക്കാടുകളില്ല. ഈ മിനിക്കോയിൽ മാത്രമാണ് കണ്ടൽക്കാടുകൾ ഉള്ളത്. കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവ നിത്യഹരിത സ്വഭാവമുള്ളവയാണ്. അതുപോലെ വിവിധതരം മത്സ്യങ്ങൾക്കും ജലജീവികൾക്കും ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇവയെ പ്രകൃതിയുടെ നേഴ്സറി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ മിനിക്കോയിലുള്ള ഈ ഒരു കണ്ടൽ വനത്തിൽ അങ്ങനെ മീനുകളൊന്നും ആരും പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ മീനില്ലായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള കടലോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വിസ്തൃതി എത്രയാണെന്നൊന്നും എനിക്ക് ശാസ്ത്രീയമായിട്ട് അറിയില്ല. ഇതിൻ്റെ വിസ്തൃതി എത്രയാണെന്നുള്ള കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു, പക്ഷേ അവർക്കൊന്നും ഇതിൻ്റെ എത്രയാണ് ഏകദേശ കണക്കെന്ന് പറയാൻ പറ്റിയിട്ടില്ല. കണ്ടലിൻ്റെ വേരുകൾ മണ്ണിനെയും മറ്റു വസ്തുക്കളെയും പിടിച്ചു നിർത്തി കരയെ സംരക്ഷിക്കുന്നതിനൊപ്പം വെള്ളം അരിച്ച് ശുദ്ധമാക്കുകയും ചെയ്യുന്നു. കോറൽ പാറകളെ സംരക്ഷിക്കുകയും മത്സ്യങ്ങൾക്ക് പ്രജനന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കണ്ടലുകൾ ഓരോ പ്രദേശത്തിനും ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതേപോലെ ദേശാടന പക്ഷികൾക്കും ജലപക്ഷികൾക്കും ആവാസമൊരുക്കുകയും ഇവ ചെയ്യുന്നു. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ തെക്ക് ഭാഗത്ത് വന്നാൽ പലപ്പോഴും നമ്മളെത്തുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ നമ്മളെപ്പോഴും വരാറുണ്ട്. ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മളിവിടെ എത്താറുണ്ട്. അങ്ങനെ ഈ ഒരു പ്രദേശം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്ന് നിൽക്കാനും അവിടുത്തെ ആ ചെറിയ കാറ്റൊക്കെ കൊണ്ടങ്ങനെ നിൽക്കാനൊക്കെ. പിന്നെ നമ്മളിവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം നേരെ വടക്ക് ഭാഗത്തേക്ക് ആണ് നമ്മൾ പിന്നെ പോയത്. കാരണം അവിടെ കുറച്ച് സമയം നമ്മൾ കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കണ്ടത് കുറച്ച് പേരവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മളെ ഏറ്റവും ആകർഷിപ്പിച്ച ഒരു പട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല കാറ്റുള്ളത് കൊണ്ടോയെന്നറിയില്ല, ഇതിനെ നമ്മൾ കുറേ സമയം നമ്മളെ ക്യാമറയിലേക്ക് ആക്കാൻ നോക്കി.
പക്ഷേ അതിങ്ങനെ ഇങ്ങനെ തെന്നി പോയിരിക്കുകയാണ്. പിന്നെ അന്വേഷിച്ചപ്പോൾ ഇത് നമ്മുടെ കൂടെയുള്ള ഒരു അധ്യാപകൻ്റെ പട്ടമായിരുന്നു. പക്ഷേ സാറല്ലായിരുന്നു, സാറിൻ്റെ ഫ്രണ്ടായിരുന്നു ഇത് പറത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായൊരു പട്ടമായിരുന്നു, അത്രയും വിലയും അതിനുണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും.